ഹായ് ഹലോ. ഇന്ന് നമുക്ക് ബ്രൂ കോഫി കൊണ്ട് അടിപൊളി കേക്ക് ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം അതിലേക്ക് 5 രൂപയുടെ ബ്രൂ കോഫിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അത് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുക്കുക. ഇനി 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി അത് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നന്നായി അടിച്ചെടുത്തതിന് ശേഷം ഇതുപോലൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് 1 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്, അത് അല്പം ചേർത്ത് കട്ടയില്ലാതെ മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി ഇതുപോലെ കട്ടയില്ലാതെ എടുക്കണേ. ഇങ്ങനെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക, കട്ടയില്ലാതെ. ഇനി ബാക്കിയുള്ള മൈദപ്പൊടിയും കൂടെ ഇതുപോലെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായി ഇളക്കി ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലൊരു കേക്ക് ടിന്നെടുത്ത് അതിലേക്ക് അല്പം ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അതിലേക്ക് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഡെക്കറേഷനായിട്ട് കാഷ്യൂനട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഫുള്ളായിട്ടും നട്ട്സ് ഇങ്ങനെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതുപോലൊരു കുക്കറിലേക്ക് ഒരു ചുറ്റ് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ബാറ്റർ ഇറക്കി വെച്ച് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ആയപ്പോൾ ഒന്ന് നോക്കിയതാണ് വെന്തോന്ന്. അപ്പം വെന്തിട്ടില്ല. ഇപ്പം 45 മിനിറ്റിന് ശേഷം ഒന്നുകൂടെ നോക്കിയപ്പം റെഡിയായി വന്നിട്ടുണ്ട് കേക്ക്. അങ്ങനെ ഇനി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇത് അടിപൊളിയായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി കട്ട് ചെയ്യാം. നല്ല ചൂടുണ്ട്, തണുത്തിട്ടില്ല. കണ്ടില്ലേ, നല്ല പഞ്ഞി പോലെ പതിഞ്ഞ് പോകുന്നുണ്ട് കട്ട് ചെയ്യുമ്പം തന്നെ. ആ കോഫി പൗഡറിൻ്റെ നല്ല മണവുമുണ്ട്. അപ്പോൾ ഇതാ അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി കേക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.